കല്യാണത്തിന് ഞാനും സപ്പോർട്ടാണെന്നല്ലേ അതിന്റെ അർത്ഥം. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവര് കല്യാണം വിളിക്കാൻ വന്നോടുകൂടി എന്റെ മനസമാധാനം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. ഹോ, എന്റെ ആദ്യമൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ആ നമുക്കുണ്ടല്ലോ ഒരു മോൻ. കൈലാഷിന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് അവൻ തുറന്നു പറഞ്ഞിട്ടും അതാരാണെന്ന് അന്വേഷിക്കാൻ ഇതുവരെ നിങ്ങൾക്ക് തോന്നിയോ? മനസ്സിലായി. സുദീപിനെ പോലെ കൈലാഷും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ബന്ധത്തിൽ പോയി ചാടുവെന്ന നിന്റെ പേടി. അവൻ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? അവന്റെ മനസ്സിൽ ആരാണെന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കേ. സീത, മഹേന്ദ്രന്റെ ഭാര്യ പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ലേ? മുതിർന്ന കുട്ടികളാ. പേരൻസ് എതിർത്ത അവരവരുടേതായ തീരുമാനം എടുക്കും. അത് സംഭവിക്കാതിരിക്കാനാ അവന്റെ മനസ്സിൽ ആരാണെന്ന് ഞാൻ അവനോട് ചോദിക്കാതിരുന്നത്. അവൻ നമ്മളിന്ന് അകന്നു പോവാതിരിക്കാൻ അവൻ സ്നേഹിക്കുന്നത് ആരെയാണെങ്കിലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. ഞാൻ അവന് വലിയ ടാർഗറ്റ് കൊടുത്തതും 1 വർഷത്തിനുള്ളിൽ അത് അച്ചീവ് ചെയ്തിരിക്കണമെന്ന് അവനോട് ആവശ്യപ്പെട്ടതും എന്തിനാണെന്നറിയോ? എന്തിനാ? അവന്റെ മനസ്സിൽ വാശിയുണ്ടാക്കാൻ. ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിനിടയിൽ അവന്റെ മനസ്സ് പ്രണയത്തിൽ നിന്ന് മാറിപ്പോകും. കൈലാഷ് അവന്റെ ലക്ഷ്യവുമായി മുന്നോട്ട് പോട്ടെ. അതിനിടയിൽ അവന്റെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ബന്ധമാണെങ്കിൽ നമുക്കത് നടത്തിക്കൊടുക്കാം. ഇനി അതെല്ലാം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. അതോർത്ത് നീ നിന്റെ മനസ്സ് വിഷമിപ്പിക്കണം. കൈലാഷിന്റെ മനസ്സിൽ ആരാണെന്ന് എനിക്കിപ്പൊ തന്നെ അറിയണം. നിങ്ങളെപ്പോലെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ പുറത്തു വിട്ടേ. കൈലാഷ് നിക്ക്. പിന്നെ നീ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ആരാ അവള്? മമ്മി. ആരാ അവള്? എനിക്കിപ്പ അറിയണം. മമ്മി, നീ എന്താ പറയാത്തെ? ഈ കുടുംബത്തിലെ മരുമകളാകാൻ യോഗ്യതയുള്ള കുട്ടി തന്നെയാണോ? നമ്മുടെ ഗാർമെന്റ്സിൽ ജോലി ചെയ്യുന്ന കുട്ടിയൊന്നും അല്ലല്ലോ. പറയടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. സീത, നീ വെറുതെ ദയവേത് നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. ഞാൻ എത്ര ചോദിച്ചിട്ടോ ഇവൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇവന്റെ ഈ നിപ്പ് കാണുമ്പോ എനിക്ക് പേടിയാവുക. മോനെ, ഞങ്ങൾക്ക് നീ ഒരാളേ ഉള്ളൂ. നീ ആഗ്രഹിക്കുന്ന ജീവിതം തന്നെ നിനക്കായി തരണമെന്ന ഡാഡിയുടെയും മമ്മിയുടെയും ആഗ്രഹം. നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോ ഡാഡിയും മമ്മിയും വേദനിപ്പിക്കാതിരിക്കാൻ മോനും ശ്രദ്ധിക്കണം. വേണ്ടേ? മോൻ പറ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വരാൻ യോഗ്യതയുള്ള പെൺകുട്ടിയെ ആണോ നീ സ്നേഹിക്കുന്നത്? ആണെങ്കിൽ ആ കല്യാണം ഞങ്ങൾ നടത്തിത്തരും. ഈ കുടുംബത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പെൺകുട്ടിയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ അവളെ മറക്കണം. പറയടാ, ആരാ അവള്? പറയാൻ. ആരെയാ നീ സ്നേഹിക്കുന്നത്? പറയടാ, പറയാൻ. മമ്മിയോട് പറ. മമ്മി, പറ. മമ്മി. സീത, 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 മമ്മി, സീത, ഓക്കെ? വെറുതെ ടെൻഷൻ അടിച്ചിട്ടില്ലേ BP ഷൂട്ടായത്? കൈലാഷ്, കുറച്ച് വെള്ളം എടുക്ക. സീത, 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 കുടിക്കും. ഹോസ്റ്റൽ വാടക, ഫുഡ് 6000 രൂപ. അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിന്റെ വാടക 7000 രൂപ. പലചരക്ക്, പച്ചക്കറികള്, കറന്റ് ബില്ല്, വാട്ടർ ബില്ല് 7000 രൂപ. മറ്റ് ചെലവുകൾ ഒരു 3000 രൂപ. 6 7 13, 7 20, 23 23,
മാസം ചുരുങ്ങിയത് 23,000 രൂപ വേണം. ഫിനാൻസ് കമ്പനിയിൽ നിന്ന് എടുത്ത ലോണിന്റെ EMI കൂട്ടാൻ മറന്നു. ഒരു മാസം കടത്തി വിടണമെങ്കിൽ ചുരുങ്ങിയത് 26,000 രൂപ വേണം. അച്ഛന്റെ മെഡിസിൻസ് വേറെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേണ്ടി വന്ന 26,000 നിൽക്കില്ല. ഇനി പകൽ മാത്രം പോരാ, രാത്രിയും ഫുഡ് ഡെലിവറിക്ക് പോയാലേ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. മീര എന്താ എഴുതുന്നത്? കവിതയോ മറ്റാണോ? കവിതയോ? ആ, കവിതയാ. കവിതയുടെ പേര് എത്തും പിടിയും കിട്ടാത്ത ജീവിതം. പാർവതിയും കവിത എഴുതാറുണ്ടോ? അല്ല, അവൾക്ക് സമ്മാനങ്ങൾ അയക്കുന്ന ഗന്ധർവനെ കുറിച്ച് എഴുതിയാൽ മതിയല്ലോ, നല്ലൊരു കവിതയാവില്ലേ? അങ്ങനെ എന്തെങ്കിലും അവൾ എഴുതാറുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ജീവിതം ഒരു കരക്കെടുപ്പിക്കാൻ നെട്ടോട്ട് ഓടുന്നവരുടെ മനസ്സില് കഥയും കവിതയൊന്നും ഉണ്ടാവില്ല മുക്ത. എങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാന്ന ചിന്ത മാത്രമേ ഉണ്ടാവൂ. വായില് സ്വർണ്ണക്കരണ്ടിയായി ജനിച്ച മുക്തയ്ക്ക് അത് മനസ്സിലാവില്ല. അയ്യോ, ഞാൻ മീരയെ സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതല്ല. ഒറ്റയ്ക്കിരുന്നെന്തോ കുത്തിക്കുറിക്കുന്നത് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ കേട്ടോ. മീരയെ ഞാൻ എന്റെ നല്ലൊരു ഫ്രണ്ടായിട്ടാ കാണുന്നത്. പാർവതിയുടെ ഗന്ധർവൻ ആരാണെന്ന് അറിയണം. എന്നിട്ട് അയാളെ കണ്ടുപിടിച്ച് അവളുടെ മുന്നിൽ നിർത്തി കൊടുക്കണം. അവൾ അയാളെ പ്രേമിക്കാൻ തുടങ്ങിയ അവള് പതിയെ കൈലാഷിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അവൾ അകന്നു പോകുന്നതിൽ കൈലാഷ് സങ്കടപ്പെടും. അവനെ ആശ്വസിപ്പിക്കുന്ന നല്ലൊരു ഫ്രണ്ടായി ഒപ്പം കൂടി പതിയെ അവന്റെ മനസ്സിൽ കയറി പറ്റാൻ എനിക്ക് കഴിയും. അതെ, മീര അന്ന് എന്നോട് പറഞ്ഞത് സത്യമാണോ, അതോ എന്നോട് തുറന്നു പറയാൻ മടിച്ച് കള്ളം പറഞ്ഞതാണോ? എന്ത്? പാർവതിക്ക് ഗിഫ്റ്റ് അയക്കാറുള്ള ഗന്ധർവനെ അവള് നേരിട്ട് കണ്ടിട്ടില്ലെന്ന് മീര എന്നോട് കള്ളം പറഞ്ഞല്ലേ? അത് കള്ളൊന്നുമല്ല. അവൾക്ക് ഇപ്പോഴും ആളെ അറിയില്ല. അയ്യോ, അയാളെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അവൾക്ക് വരുന്ന പാഴ്സലുകളില് അയക്കുന്ന ആളുടെ പേരും അഡ്രസ്സും ഉണ്ടാവില്ലേ? അത് വെച്ച് ആളെ കണ്ടുപിടിക്കാലോ. അവൾക്ക് വരുന്ന പാഴ്സലുകളിലൊന്നും ഫ്രം അഡ്രസ് ഉണ്ടാവാറില്ല. ഫ്രം അഡ്രസ് വെക്കാത്ത പാഴ്സല് കമ്പനിക്കാര് എടുക്കാറില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതില് വല്ല ഡ്രഗ്സോ ബോംബോ മറ്റോ ആണെങ്കിൽ പാഴ്സല് കമ്പനിക്കാര് സമാധാനം പറയേണ്ടി വരില്ലേ? ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചതാ. അയാൾ ആ പാഴ്സലൊക്കെ അയക്കുന്നത് പാഴ്സൽ കമ്പനി വഴി ആയിരിക്കില്ല. പിന്നെ ഡെലിവറി ബോയെ അയാൾ ക്യാഷ് കൊടുത്ത് സ്വാധീനിക്കുന്നുണ്ടാവും. അതിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു പരിചയമില്ലാത്ത ആള് ഇങ്ങനെ സ്ഥിരമായി പാഴ്സൽ അയക്കുമ്പോ അവൾ എന്ത് ധൈര്യത്തിൽ അത് സ്വീകരിക്കുന്നത്? ഒരു പെൺകുട്ടിയല്ലേ? അത് അയക്കുന്ന ആള് ഡീസന്റ് ആണെന്ന് അവൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാ. അവൾക്ക് അങ്ങനെ ഒരു വിശ്വാസം വരാൻ എന്താ കാരണം? അയാൾ അവളെ ശല്യം ചെയ്യുന്നില്ലല്ലോ, സഹായിക്കല്ലേ ചെയ്യുന്നത്. അയാൾ അവളെ സഹായിക്കുന്നത് പോലും ഒരു ട്രാപ്പ് ആയിക്കൂടെ? ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. അയാൾ അവളെ എന്നും കാണുന്നുണ്ടെങ്കിൽ അവള് അയാളെയും കാണുന്നുണ്ടാവില്ലേ? അവള് തിരിച്ചറിയാത്തതായിരിക്കും. അവള് പതിവായി കാണാറുള്ള ചെറുപ്പക്കാർ ആരൊക്കെയാണെന്ന് മീര അവളോടൊന്ന് ചോദിച്ചു നോക്ക്. നമ്മള് രണ്ടുപേരും മനസ്സ് വെച്ചാ അയാളെ കണ്ടുപിടിച്ച് അവളുടെ മുന്നിൽ നിർത്തി കൊടുക്കാൻ കഴിയും. മീര അവളോട് ചോദിച്ചു നോക്കൂ. ചോദിച്ചു നോക്കാം. അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ കൈലാഷിനെ സ്വന്തമാക്കാനുള്ള എന്റെ ശ്രമത്തിന്റെ ആദ്യ ഘട്ടം വിജയിച്ചുവെന്ന് പറയാം.